എങ്കിലും അന്വേഷണ സംഘത്തിന്റെ മോളിൽ നിയന്ത്രണമുണ്ട്. അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സമരങ്ങൾ സംഘടിപ്പിച്ച് സമരവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണ തൃപ്തിയാണോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ, വ്യക്തമായ, ശക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തൃപ്തിയിലല്ല എന്ന് ഞങ്ങൾ പറയുന്നുവെങ്കിൽ ഹൈക്കോടതി അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കേരള ഹൈക്കോടതിയുടെ വിധി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. എന്നോട് മാധ്യമങ്ങൾ തന്നെ ചോദിച്ചിരുന്നു, SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തൃപ്തികരമാണോ എന്ന്. ഞങ്ങൾ വ്യക്തമായ ഉത്തരം പറഞ്ഞത് പൂർണ്ണ തൃപ്തിയില്ല എന്നാണ്. അതിന് പറഞ്ഞ കാരണങ്ങൾ ഹൈക്കോടതി തന്നെ കൂടുതൽ ഉന്നതന്മാർക്കിതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉന്നതന്മാരിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ആ ഉന്നതന്മാരെ പ്രതി ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഉന്നതന്മാരെ ചോദ്യം ചെയ്യുന്നതിൽ പോലും അന്വേഷണ സംഘം മടിച്ചു നിൽക്കുകയാണ്, അറച്ചു നിൽക്കുകയാണ്. അന്വേഷണ സംഘത്തെ സർക്കാർ നിയന്ത്രിക്കുകയാണ്. സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അന്വേഷണത്തെ, അതിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുകയാണ്. അന്വേഷണം വളരെ മന്ദഗതിയിലാണ്. അത് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. വളരെ ഗൗരവമേറിയ ഇത്തരത്തിലുള്ളൊരു കുറ്റം അന്വേഷിച്ച പ്രതികളെ മുഴുവൻ പേരെ പിടികൂടാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശിച്ചിട്ട് മാസങ്ങൾ കിട്ടിയിട്ടും ഇതുവരെ പൂർത്തീകരിച്ചില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജനങ്ങൾ ഇതിനെ വലിയ ആശങ്കയോടെ തന്നെ കാണുന്നു. ഹൈക്കോടതി ഇക്കാര്യം കണ്ണു തുറന്ന് കൃത്യമായി വ്യക്തതയോടെ ഫാക്ച്വൽ അനാലിസിസ്, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ച് അന്വേഷണത്തിലെ അതിർത്തി രേഖപ്പെടുത്തിയത് അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ ഞങ്ങൾ കാണുകയാണ്. സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കൂടുതൽ വർദ്ധിക്കുകയാണ്. കള്ളക്കളികൾ ഒന്നൊന്നായിട്ട് മറ നീക്കി രംഗത്ത് വരികയാണ്. കോടതി മാത്രമാണ് ആശ്വാസം. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. എങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞിരുന്നു, എങ്കിലും അന്വേഷണ സംഘത്തിന്റെ മോളിൽ നിയന്ത്രണമുണ്ട്. അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സമരങ്ങൾ സംഘടിപ്പിച്ച് സമരവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണ തൃപ്തിയാണോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ, വ്യക്തമായ, ശക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തൃപ്തിയിലല്ല എന്ന് ഞങ്ങൾ പറയുന്നുവെങ്കിൽ ഹൈക്കോടതി അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വാദമല്ല, ഇതിലെ സത്യസന്ധമായ വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത് പറയാനുള്ള സാമാന്യബോധം, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളത് ആവർത്തിക്കുകയാണ്. ഈ അന്വേഷണം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പോകുന്നത് ശരിയല്ല. അന്ന് ഹൈക്കോടതി കണ്ടത് അല്പമെങ്കിലും അതല്ല, ആശ്വാസകരം തന്നെയാണ്. അതിപ്പോൾ തൽക്കാലത്തേക്കുള്ള ഏതെങ്കിലും ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ തൽക്കാല ആശ്വാസ നടപടിയായിരിക്കാം. ആരൊക്കെയാണ് കോടതി ഉദ്ദേശിച്ച ഉന്നതന്മാരാരാണ്? ഉന്നതന്മാരിലേക്ക് എത്തുന്നുണ്ടോ? കൂടുതൽ പ്രതികളുണ്ടെന്ന് കോടതി തന്നെ പറയുകയാണ്. ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സമരവേദികളിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് വ്യക്തമാവുകയാണ്. CPM നേതാക്കന്മാരായ പ്രതികളെ പാർട്ടി കവചമൊരുക്കി സംരക്ഷിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ജനങ്ങളുടെ മുൻപിൽ ഇന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. വളരെ വ്യക്തമല്ലേ കോടതി എന്താണ് ഇത്രയും കേരള ഹൈക്കോടതി ആവർത്തിച്ചു പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉന്നതന്മാരിലേക്ക് എത്തിയിട്ടില്ല, അന്വേഷണം തൃപ്തികരമല്ല, ഇഴഞ്ഞു നീങ്ങുന്നു, ഈ ഏജൻസി തന്നെ പോരാ, മറ്റൊരു ഏജൻസി വേണമെന്ന് കേരള ഹൈക്കോടതി പറയുന്നെങ്കിൽ എത്രയോ ഗൗരവമേറിയതാണ്. ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. അതെ, ഇതിൻ്റെ അകത്ത് ED അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ ഗൗരവമുള്ളതാണ്. അവരും അന്വേഷിക്കട്ടെ. അവരുമുണ്ട്, അതിന് മുകളിലേക്കുണ്ട്. അവരുടെ അടുത്തേക്ക് എങ്ങനെ എത്തും?
സ്മാർട്ട് ക്രിയേഷനിലേക്ക് സിഇഒയുടെ അടുത്ത് കയ്യിലേക്ക് എങ്ങനെ എത്തും? എത്തണമെങ്കിൽ അതിൽ ഗൂഢാലോചനയിലെ പങ്കാളികൾ വേണ്ടേ? രാഷ്ട്രീയ നേതൃത്വം ഇല്ലേ? ദേവസ്വം ബോർഡില്ലേ? അവരറിയാതെ പോകുമോ? വ്യക്തമല്ലേ? കോടതി വിധി നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ വായിക്കുന്നില്ല, എൻ്റെ കയ്യിലും അതിൻ്റെ 11 പേജുണ്ട്. ശരി, താങ്ക് യു.